ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ള കുട്ടികളെ, വീണ്ടും ഒരു ദിവസം നമ്മൾക്ക് കാണാൻ വേണ്ടി ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ 10ാം ക്ലാസ്സിലെ പാഠങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളതൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പഠിക്കുന്നുണ്ടോ? എങ്ങനെയാണ് സ്കൂളിലെ പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കണം? ഒത്തിരിയേറെ സമയമല്ലേ ഇപ്പോൾ? 1-2 വിഷയങ്ങൾ മാത്രമേ ഇപ്പോൾ സ്കൂളിലുള്ളൂ അല്ലേ? ഓൺലൈൻ ക്ലാസ്സുകളുള്ള കുട്ടികൾക്ക്, CBSE-കാർക്ക് തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ബാക്കിയുള്ള സമയങ്ങളൊക്കെ നമ്മൾ ദൈവവചനം പഠിക്കാനും വചനത്തിൽ വിശ്വാസത്തിലും വചനത്തിലൊക്കെ വളരാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ഈ സമയം വിനിയോഗിക്കണം. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഉദാഹരണമായിട്ട് കാണിക്കാൻ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷങ്ങൾക്ക് ശേഷം വരുന്ന തലമുറ ഇതിനെക്കുറിച്ച് പഠിക്കും. ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ലോക്ക്ഡൗണിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇങ്ങനൊരു മാരകമായ വൈറസ് നമ്മളെയൊക്കെ ഭൂമിയെ മുഴുവൻ കീഴ്പ്പെടുത്തിയൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ അതിജീവിച്ചവരാണ് ഞങ്ങൾ എന്നൊക്കെ നമ്മൾക്ക് അഭിമാനത്തോടുകൂടി പറയാനും നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെയുള്ള ഈ നമ്മുടെ ഹിസ്റ്ററി വരും തലമുറ പഠിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മുടെ ഒരു നിശ്ചയദാർഢ്യവും വിശ്വാസവും ഒക്കെ കൊണ്ട് നമ്മളിതിനെ മറികടന്ന കുഞ്ഞുങ്ങളാണല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനോഭാവത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ ഒരു വിഷയം പഠിക്കാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സിനെയും മനോഭാവത്തിനെയും ഒക്കെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾക്ക് ഇന്നൊരു പുതിയ പാഠത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് സാറിന് അറിയണമല്ലോ നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ. കഴിഞ്ഞ ആഴ്ച ഞാൻ തന്ന ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തോ? അധ്യാപകരെ നിങ്ങൾ കാണിച്ചോ? സംശയമാണ്, ചിലരെങ്കിലും മടി പറയുന്നുണ്ടല്ലേ. എങ്കിലും സാറ് 12ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ 12ാം ക്ലാസ്സിൻ്റെ കുട്ടികൾ മിടുക്കരാണ്. അവരൊക്കെ ഹോംവർക്കുകളൊക്കെ അതേ ദിവസം തന്നെ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ ചെയ്ത് എനിക്ക് അയച്ചു തരാറുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളങ്ങനെ ആയിരിക്കണം, ഒന്നും ബാക്കി വെക്കരുത്. പ്രിയ കുട്ടികൾ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്? കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൻ്റെ പേരെന്നാ? നിങ്ങൾ ആർക്കെങ്കിലും പറയാമോ? കേൾക്കാം, എനിക്ക് പറഞ്ഞോളൂ. എന്തായിരുന്നു? സത്യവിശ്വാസ സംരക്ഷകർ. വെരി ഗുഡ്, നിങ്ങൾ മിടുക്കരാണല്ലേ. സത്യവിശ്വാസ സംരക്ഷകരെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ മുഖത്തു നിന്ന് കാണാൻ സാധിച്ചു എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് അല്ലെങ്കിൽ വിശ്വാസ തീക്ഷ്ണതയോടെയാണ് നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരുന്നതെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനകത്ത് നമ്മൾ എന്താ കണ്ടതെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി ഓർക്കുക അല്ലേ. കാരണം നമ്മളൊരു പുതിയ പാഠത്തിലേക്കല്ലേ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് കണ്ടത്? നമ്മൾ ശീഷ്മകളെക്കുറിച്ചും പാഷണ്ഡതകളെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ. 2 പ്രത്യേകതകളാണ്. ആദ്യം നമ്മുടെ സഭയുടെ സ്വഭാവം അല്ലേ. എന്തൊക്കെയായിരുന്നു? വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും അത് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ശീഷ്മകളെക്കുറിച്ചും പാഷണ്ഡതകളെക്കുറിച്ചും പഠിച്ചു അല്ലേ. ആര്യനിസം, അപ്പോളിനാരിസം, മൊണാർക്കിസം, നെസ്തോറിയനിസം, ഇങ്ങനെയുള്ള ഇസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് സത്യവിശ്വാസ സംരക്ഷകരെക്കുറിച്ചാണ്. ആരൊക്കെയായിരുന്നു അത്? സഭാപിതാക്കന്മാർ അല്ലേ. ആദ്യം നമ്മൾ പഠിച്ചത് അപ്പസ്തോലിക പിതാക്കന്മാർ. എല്ലാവരും സഭാപിതാക്കന്മാർ എന്ന സംജ്ഞയിൽ വരുന്നവരാണ്. എങ്കിലും നമ്മൾ ആദ്യം പഠിച്ചത് അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചാണ്. അതിനുശേഷം അത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഓർമ്മ മാത്രം. നമ്മൾ അതിനെ ഒന്ന് റിവൈസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കണ്ടത് സഭാപിതാക്കന്മാർ, വിശ്വാസ സംരക്ഷകർ, ഇങ്ങനെയൊക്കെയുള്ള അവരെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ 5ാമത്തെ പാഠത്തിൽ പഠിച്ചത്. പ്രിയകുട്ടികളെ, നമ്മൾ 6ാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുമ്പോൾ 6ാമത്തെ പാഠത്തിൻ്റെ പേര് പറയാമോ നിങ്ങൾക്ക്? വചനാനുസൃതം ജീവിച്ചവർ എന്നാണ് 6ാമത്തെ പാഠത്തിൻ്റെ പേര്. വചനാനുസൃതം ജീവിച്ച ആൾക്കാർ. സത്യവിശ്വാസ സംരക്ഷകരെയൊക്കെ നമ്മൾ കണ്ടു അല്ലേ. സഭാപിതാക്കന്മാരെ കണ്ടു. സഭയുടെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ സഭയോട് ചേർന്ന് നിന്ന് സഭയെ വളർത്തിയ ഗ്രന്ഥകാരന്മാർ, സാഹിത്യകാരന്മാർ, ഇവരെയൊക്കെ നമ്മൾ കണ്ടു. സത്യവിശ്വാസ സംരക്ഷകരെ നമ്മൾ കണ്ടു. ഇനി വചനാനുസരണം ജീവിച്ച ആൾക്കാരെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് നമ്മൾക്കൊരു ദൈവവചനം വായിച്ച് നമ്മൾക്ക് ഈ പാഠത്തിലേക്ക് വരാം. എല്ലാവരും എണീറ്റ് നിൽക്കുക, ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, വീണ്ടും ഒരു ദിവസം കൂടി നിൻ്റെ വചനം ശ്രവിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ഞങ്ങളുടെ മേൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നീ ശക്തിപ്പെടുത്തണമേ. വചനാനുസരണം ജീവിച്ച പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെ എല്ലാ വിശുദ്ധരെയും പോലെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപാവരം നീ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മൾ വായിച്ചു അല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മളിനി പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കൊരു ബൈബിൾ വചനം വായിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മളിന്നിവിടെ വായിക്കാൻ പോകുന്ന ബൈബിൾ വചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. എന്താണ് ഈ തിരുവചനം നമ്മളോട് പറയുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ
എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, നിൻ്റെ അമ്മയും സഹോദരിമാരും ഇതാ പുറത്തു വന്ന് നിൽക്കുന്നുവെന്ന്. അപ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരിമാരും? എന്നിട്ട് ഈശോ തന്നെ പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് ഈശോ അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആരാണ്? ഈശോയുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, നമ്മൾ അനുജന്മാരാണ്, കൊച്ചനുജന്മാരാണല്ലേ? ഈശോയുടെ അനുജന്മാരാണ്. 33 വയസ്സിലാണ് ഈശോ മരിക്കുന്നത്. അതിന് താഴെ പ്രായമുള്ളവരൊക്കെ ഈശോയുടെ അനുജന്മാരെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതിന് മുതിർന്നവരാണെങ്കിൽ നമുക്ക് പറയാം ഈശോയുടെ മൂത്ത ജ്യേഷ്ഠന്മാരാണെന്ന് പറയാം. അല്ലെങ്കിൽ മാതാപിതാക്കൾ വെച്ച് സഹോദരന്മാരാണെന്ന് പറയാം. നമ്മളോട് വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്നൊക്കെ ഈ വചനത്തിലൂടെ പറയുകയാണ് ഈശോ. നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന ഒരു വ്യക്തി, ആദ്യമായിട്ട് നമ്മൾ ഈ പാഠത്തിൽ കാണാൻ പോകുന്ന ആരാന്നറിയാവോ? പരിശുദ്ധ അമ്മയാണ് കാണാൻ പോകുന്നത്. പരിശുദ്ധ അമ്മ നൽകിയ ഒരു വലിയ മാതൃകയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ. വിശ്വാസാനുസരണം ജീവിച്ച, വിശ്വാസം ഏറ്റുപറഞ്ഞ, വിശ്വാസത്തിൽ ജീവിച്ച, ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയ, പുതിയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ അമ്മയാണ്. പഴയ നിയമത്തിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ വലിയ പ്രതീകത്തെ കാണുന്നുണ്ട്. ആരാ നിങ്ങൾക്ക് പറയാവോ? 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് വിശ്വാസത്തിൻ്റെ 2 പ്രതീകങ്ങൾ. അതൊന്ന് പരിശുദ്ധ അമ്മയാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രതീകം ആരായിരുന്നു? അബ്രാഹമാണല്ലേ? തൻ്റെ പുത്രനെ, ഏകപുത്രനെ ബലി നൽകുവാൻ പോലും അത്രയും വിശ്വാസം കാണിച്ച അബ്രാഹമാണ് വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെ പറയുന്ന അബ്രാഹമാണെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ്. വിശ്വാസാനുസരണം ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ ബെത്ലഹേമിൽ യേശു ജനിച്ച അന്നു മുതൽ ഗാഗുൽത്ത വരെയുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു യാത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം അല്ലേ? എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്? കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീട്ടുകാർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയാണ് വന്ന് ഈശോയെ ഓർമ്മിപ്പിക്കുന്നത് ഇവർക്ക് വീഞ്ഞില്ല എന്ന്. ഈശോ അവിടുന്ന് പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് വേറൊരു വ്യാഖ്യാനത്തിൽ നമുക്കതിനെ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാ രീതിയിലും പ്രയാസം അനുഭവിക്കുന്നവരുടെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനോഹരമായ ഒരു കവിവാക്യമുണ്ട്. അന്നു ഞാൻ ഗോൽഗോഥ നിറകയിൽ സുതൻ മൃതഗാത്രം മടിയിൽ കിടത്തി അവശയായി ഖിന്നയായി ഊറി വന്ന കണ്ണുനീരിൽ ചോല കലർന്നുവോ? അതോ പാപഗ്രസ്ത ലോകത്തെ തുടച്ച പുത്രൻ്റെ ചോരയാൽ ഭൂമി നനഞ്ഞതോ? അറിവീല അത്ര കഠിന വ്യതതൻ നിമിഷാർത്ഥം. പൊന്നിൻ പൊടിപ്പിട്ട് കാച്ചി വളർത്തിയ ഒരുണ്ണിയെ കണ്ണിൽ ചോരയില്ലാ പാപികൾ എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡയാൽ വധിച്ചല്ലോ. നുള്ളി നോവിക്കാൻ അറച്ചു ഞാൻ കടിഞ്ഞൂൽ തെണ്ണത്തിൻ നൊമ്പരം സാഫല്യ കണ്ണീരായി മാറ്റിയ പൈതൽ തൻ പുഞ്ചിരി എന്നോടുര ചെയ്വു. പാപികൾ ഒടുങ്ങിയില്ല ഒടുങ്ങുന്നേയില്ല. ആ കവിത അങ്ങനെ പോവുകയാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ബെത്ലഹേം മുതൽ കാൽവരി വരെയുള്ള യേശുവിൻ്റെ കൂടെ അനുയാത്ര ചെയ്ത, എപ്പോഴും കൂടെ നിന്ന, പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് സഹായം അഭ്യർത്ഥിച്ച, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു വലിയ പ്രതീകമാണ് പരിശുദ്ധ അമ്മയിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസമാണ് പറയുന്നത്. ആ വിശ്വാസം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അല്ലേ? ദൈവദൂതൻ വന്ന് പറയുന്ന സമയത്ത് ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ഒരു ഒബീഡിയൻ പേഴ്സണാലിറ്റി എന്നാണ് അവിടെ പറയുന്നത്. വിനീത വിധേയത്വം എന്നാണ് അവിടെ പറയുന്നത്. ചരിത്രകാരന്മാർ അല്ലെങ്കിൽ തിയോളജിസ്റ്റുകൾ പറയുന്നത്, മാതാവിൻ്റെ ആ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് വിനീത വിധേയത്വം, ഒബീഡിയൻ പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. ആ പേഴ്സണാലിറ്റി നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? നമ്മൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു കാര്യം നിങ്ങളോട് പറയുകയാണെങ്കിൽ അതിനെ അധ്യാപകരായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ പറയുമ്പോൾ അതിനെ വിശ്വസിച്ച് ഉൾക്കൊള്ളാനും അനുസരിക്കാനും നമ്മൾക്ക് ആ മനോഭാവമുണ്ടോ? മാതാവിൻ്റെ മനോഭാവമുണ്ടോ? അപ്പോൾ മാതാവ് വിശ്വസിച്ചവൾ ഭാഗ്യവതി, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ വലിയ പ്രതീകം, രണ്ടാമത്തെ ഹവ്വ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ നമ്മൾ മാതാവിന് കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് മാതാവിൻ്റെ ജീവിതമാണ്.
മാതാവിൻ്റെ ഒരു അവസ്ഥ വേറെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അത്രയും വിനീത ഭാവത്തോടുകൂടി ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയാനുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ മനോഭാവം, സന്മനോഭാവം, ആഴമേറിയ വിശ്വാസമൊക്കെ വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? അതുകൊണ്ടാണ് നമ്മളിവിടെ വചനാനുസൃതം ജീവിച്ചവർ എന്ന് പറയുന്ന ഈ പാഠത്തിൻ്റെ ആദ്യത്തിൽ ആ വചനത്തെ ഉൾക്കൊള്ളുകയും ആ വചനത്തെ ഗർഭം ധരിക്കുകയും ആ വചനത്തെ പ്രസവിക്കുകയും വചനമാകുന്ന ഈശോയുടെ അമ്മയായി മാറുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ തന്നെ ആദ്യം ഉദാഹരിക്കുവാനുള്ള കാരണവും അതുതന്നെയാണ്. അത്രമാത്രം പ്രാധാന്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നു മുതൽ ഇന്നു വരെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ, സഭയിലും സമൂഹത്തിലും പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്കുള്ള അമ്മയോടുള്ള ഭക്തിയെക്കുറിച്ചാണ്. മാർപ്പാപ്പയുടെ പുസ്തകങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള എത്രമാത്രം ഭക്തനായിരുന്നു മാർപ്പാപ്പ എന്നാണ്. ഒരിക്കൽ മാർപ്പാപ്പ പറയുകയുണ്ടായി, കരോൾ വോയ്റ്റിവ എന്ന് പറയുന്ന മാർപ്പാപ്പ ആകുന്നതിന് മുമ്പ് പാറമടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാർപ്പാപ്പ ഒരു ദിവസം പാറ ചുമക്കുന്നതിനിടയിൽ തലകറങ്ങി വീഴുന്ന ഒരവസരമുണ്ടായി. രണ്ടവസരങ്ങളിലാണ് മാതാവ് മാർപ്പാപ്പയെ താങ്ങി എന്ന് പറയുന്നത്. ഒന്ന്, ഈ പാറ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, പൊട്ടിച്ച കല്ല് ചുമന്നുകൊണ്ട് പോകുമ്പോൾ മാർപ്പാപ്പ വീഴുകയും, മാർപ്പാപ്പ ആകുന്നതിന് മുമ്പാണ് കേട്ടോ കരോൾ വോയ്റ്റിവ, പാറയിൽ നെറ്റി ഇടിച്ച് വീണ് ചോര വാർന്നപ്പോൾ രൂക്ഷമായ മുറിവുകൾ അല്ലെങ്കിൽ കൂടുതൽ അപകടമുണ്ടാകാതെ താങ്ങിയ ഒരു സ്ത്രീയെപ്പറ്റി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മാർപ്പാപ്പയുടെ. അത് പരിശുദ്ധ അമ്മയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കരോൾ വോയ്റ്റിവ എന്ന് പറയുന്ന പിന്നീട് മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായ മാർപ്പാപ്പയുടെ പിതാവ്, അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ പിതാവാണ് മാർപ്പാപ്പയെ വളർത്തിയത്, കഷ്ടപ്പെട്ട് വളർത്തുകയാണ് ചെയ്തത്. ഒരു ദിവസം വെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോൾ, രാത്രി 3 മണി നേരത്ത് ദാഹിച്ച് വെള്ളമെടുക്കാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മുറിയിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരി വെട്ടം കണ്ട് ചെന്ന് നോക്കിയപ്പോൾ മുട്ടിന്മേൽ നിന്ന് ജപമാല ചെല്ലുന്ന മാർപ്പാപ്പയുടെ പിതാവിനെ കണ്ട കാര്യം മാർപ്പാപ്പ പറയാറുണ്ട്. അപ്പോൾ ജപമാല ഭക്തിയിൽ വളർന്ന കുടുംബം ആ വിശ്വാസത്തിലും ഭക്തിയിലും വളർത്തിയെടുത്ത ആ കരോൾ വോയ്റ്റിവ പിന്നീട് കത്തോലിക്ക സഭയുടെ തലവനായി മാറിയ കഥ നമ്മൾക്കറിയാം. വീണ്ടും നമ്മൾ മാർപ്പാപ്പ പറയുന്നത് അദ്ദേഹത്തെ ശത്രു വെടിവെച്ച് വീഴ്ത്തിയ കഥ നമ്മൾക്കറിയാം അല്ലേ. മാർപ്പാപ്പ വെടികൊണ്ട് വീഴുന്ന സമയത്ത് ക്യാമറയിൽ പോലും ഒക്കെ ഒപ്പിയെടുത്ത ഒരു സ്ത്രീരൂപത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുകയുണ്ടായി. മാർപ്പാപ്പ വീഴാതെ താങ്ങിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. വീണ്ടും ഫാത്തിമ, അതിനു മുമ്പും ഫാത്തിമയിലുണ്ടായ ദർശനങ്ങൾ, ഓരോരോ സമയത്ത് സമൂഹത്തിലും ഈ ലോകത്തിലും മാതാവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകൾ, എത്രമാത്രമാണ് അമ്മ നമ്മെ സ്നേഹിക്കുന്നത്, മനുഷ്യവംശത്തെ സ്നേഹിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നത് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുന്ന ആ പേര് അന്വർത്ഥം ആണെന്ന് മാത്രമല്ല, അന്നു മുതൽ ഇന്നു വരെ ആ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളാണ് നമ്മൾ സമൂഹത്തിലും സഭയിലും ഈ ലോകത്തിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമ്മയെ നിങ്ങൾ മുറുകെ പിടിക്കുക. മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ, എപ്പോഴൊക്കെ ഞാൻ ജപമാല എൻ്റെ കൈകളിൽ എടുക്കുന്നുവോ അപ്പോഴെല്ലാം മാതാവിൻ്റെ കൈകളിൽ ഞാൻ മുറുകെ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നുള്ള വിശ്വാസമാണ് മാർപ്പാപ്പ പറഞ്ഞു തന്നത്. ജപമാല ഭക്തി നിങ്ങൾക്കും വേണം. ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആഴമേറിയ വിശ്വാസത്തിൻ്റെ പ്രതീകം, ദൈവവചനം സ്വീകരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവവചനം സ്വീകരിക്കുക മാത്രമല്ല, ആ ദൈവവചനം എന്താണ് പറയുന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വന്തം താഴ്ന്ന പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ, നിങ്ങൾക്കറിയാവോ ആരാണെന്ന്? വിശുദ്ധ പാദ്രേ പിയോ അല്ലേ? പഞ്ചശതധാരിയായ പാദ്രേ പിയോ പറഞ്ഞ വാക്കുണ്ട്. എന്താ നമ്മൾക്ക് നോക്കാമല്ലോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നിങ്ങൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾവേസ് സ്റ്റേ ക്ലോസ് ടു ദിസ് ഹെവൻലി മദർ. അദ്ദേഹം പറയുകയാണ്, പാദ്രേ പിയോ പറയുകയാണ്, ഓൾവേസ് സ്റ്റേ ക്ലോസ് ടു ദിസ് ഹെവൻലി മദർ ബിക്കോസ് ഷീ ഈസ് ദ സീ ടു ബി ക്രോസ്ഡ് ടു റീച്ച് ദ ഷോർ ഓഫ് എറ്റേണൽ ലൈഫ്. അദ്ദേഹം പറയുന്നത്, എപ്പോഴും അമ്മയോട്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മ ഒരു കടലാണ്. നമ്മളുടെ നിത്യരക്ഷയിലേക്കുള്ള തീരത്തേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ഒരു കടലാണ് പരിശുദ്ധ അമ്മ എന്ന് പാദ്രേ പിയോ വിശുദ്ധൻ പറയുകയാണ്. ഒരു കടലിനോടാണ് വിശുദ്ധ പാദ്രേ പിയോ പരിശുദ്ധ അമ്മയെ ഉപമിച്ചിരിക്കുന്നത്. നിത്യരക്ഷയുടെ തീരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു കടലാണ് പരിശുദ്ധ അമ്മ എന്ന് വിശുദ്ധ പാദ്രേ പിയോ പറയുകയാണ്. അപ്പോൾ പ്രിയ കുട്ടികളെ,
വചനത്തിന് സാക്ഷ്യം നൽകി വചനത്തിൽ ജീവിച്ച പരിശുദ്ധ അമ്മയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് ഈ പാഠം ആദ്യമായി നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. വചനത്തിന് സാക്ഷ്യം നൽകിയവരാണ് അപ്പസ്തോലന്മാരെന്ന് നമ്മൾക്കറിയാം അല്ലേ? അപ്പസ്തോലന്മാരെല്ലാം വചനത്തിന് സാക്ഷ്യം നൽകിയവരാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 1:1 നമ്മൾ കാണുന്നുണ്ട്, ആദ്യം മുതലിരുന്നതും തങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ടും കാതുകൊണ്ടും വീക്ഷിച്ചതും കൈവച്ച് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ശ്ലീഹന്മാർ പ്രഘോഷിച്ചു. അപ്പോൾ വചനത്തിന് സാക്ഷ്യം നൽകിയവർ അപ്പസ്തോലന്മാരാണ്, ശ്ലീഹന്മാരാണ് എന്ന് നമ്മൾക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. ദൈവവചന പ്രഘോഷണത്തിലൂടെ സഭാ സമൂഹങ്ങൾക്ക് അവർ രൂപം നൽകി എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആദിമ ക്രൈസ്തവ സഭയുടെ പ്രേക്ഷിത ചൈതന്യം ഒക്കെ നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷകരായിരുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയെപ്പോലെ തന്നെ വിശ്വാസത്തിൻ്റെ വലിയ പ്രഘോഷകരായിരുന്നു ശ്ലീഹന്മാരെന്ന് നമ്മൾ ഇവിടെ കണ്ടതാണ്. ആ ശ്ലീഹന്മാർ എങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് ഇറങ്ങിയത്, എങ്ങനെയാണ് അവരെ ഈശോ പറഞ്ഞയച്ചത് എന്നുള്ള ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾക്കിപ്പോൾ തിരിച്ചു വരാം. I send you to gather my sheep. Go not into the way of the Gentiles, and into any city of the Samaritans enter ye not, but go rather to the lost sheep of the house of Israel. And as ye go, preach, saying, the kingdom of heaven is at hand. Simon Bar-Jonah, by the authority of the holy priesthood that I hold. Rabbi, I beseech thee, my little daughter. Heal the sick, cleanse the lepers, raise the dead, cast out devils. Freely ye have received, freely give. Provide neither gold, nor silver, nor brass in your purses, nor scrip for your journey, neither 2 coats, neither shoes, nor yet staves, for the workman is worthy of his meat. And into whatsoever city or town ye shall enter, inquire who in it is worthy, and there abide till ye go thence. നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള വീഡിയോയാണത്. പക്ഷേ നിങ്ങൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് ഈ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിച്ച് ശിഷ്യന്മാരെ പറഞ്ഞയച്ചത് എന്ന് കാണുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടു, വിശ്വാസാനുസരണം ജീവിച്ച ശ്ലീഹന്മാരെ നമ്മൾ കണ്ടു. പ്രിയ കുട്ടികളെ, അതുപോലെ തന്നെ ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കൾ. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധരുടെ ഒരു ഗണം കൂടിയാണ്. വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തോടു കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് സഭ, ഇന്നത്തെ സഭയായി മാറുന്നത്. ആ വിശുദ്ധാത്മാക്കളുടെ ജീവിതം നമ്മൾക്ക് കാണുക തന്നെ വേണം. വിശുദ്ധാത്മാക്കളെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ ഓസ്കാർ വൈൽഡ് എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പുസ്തകമുണ്ടായിരുന്നു, സെയിൻസ് ആർ യൂഷ്വലി റിപ്പൻറ്റ് സിന്നേഴ്സ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് എ വുമൺ ഓഫ് നോ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഓസ്കാർ വൈൽഡ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുകയാണ്: എവ്രി സെയിൻ ഹാസ് എ പാസ്റ്റ് ആൻഡ് എവ്രി സിന്നർ ഹാസ് എ ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓരോ വിശുദ്ധനും ഓരോ ചരിത്രമുണ്ട്, അതുപോലെ തന്നെ ഓരോ പാപികൾക്ക് ഒരു ഭാവിയുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു പഴയ കാലഘട്ടമുണ്ട് ഓരോ വിശുദ്ധനും എന്ന് അദ്ദേഹം പറയുകയാണ്. ആ വിശുദ്ധരുടെ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധിയുടെ കാലഘട്ടം ഒന്നുമായിരിക്കില്ല. ഒരുപക്ഷെ അവർ മറ്റു അധാർമികതയിലും അതുപോലെ തന്നെ തെറ്റുകളും പാപങ്ങളും ഒക്കെ ചെയ്ത് നീങ്ങിയ ഒത്തിരിയേറെ വിശുദ്ധരെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നീട് അവർ വിശുദ്ധരായവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എവ്രി സെയിൻ ഹാവ് എ പാസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ വിശുദ്ധനും ഓരോ ചരിത്രങ്ങളുണ്ട്, അവർ വന്ന വഴികളുണ്ട്, അവർ താണ്ടിയ ദൂരങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എവ്രി സെയിൻ ഹാവ് എ ഫ്യൂച്ചർ, എവ്രി സിന്നർ ഹാവ് എ ഫ്യൂച്ചർ. ഓരോ പാപിക്കും ഒരു ഭാവിയുണ്ട്. എന്താണ് ആ ഭാവി? നമ്മൾ വിശുദ്ധരാകാനുള്ള ഓരോ ഭാവി ജീവിതം. നമ്മൾ എത്ര പാപികളാണെങ്കിലും നമ്മൾക്ക് വിശുദ്ധരായി മാറാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെയുള്ള 1-2 പേരെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. താർസൂസിലെ വിശുദ്ധ പോൾ, അതായത് പൗലോസ്ലീഹ സഭയെ പീഡിപ്പിച്ച ഒരാളായിരുന്നു അല്ലേ? ഒത്തിരിയേറെ സഭാ പീഡകരോട് ചേർന്ന് സഭയെ മർദ്ദിച്ച, സഭയുടെ മതമർദ്ദന കാലഘട്ടത്തിലൊക്കെ സഭയെ പരീക്ഷിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത ഒരാളായിരുന്നു പൗലോസ്ലീഹ. ആ പൗലോസ്ലീഹയുടെ ചരിത്രം നമ്മൾക്കെല്ലാവർക്കും അറിയാം. പിന്നീട് പൗലോസ്ലീഹ വിജാതിയരുടെ അപ്പസ്തോലനായി മാറി, പൗലോസ്ലീഹ വിശുദ്ധനായി മാറിയത് നമ്മൾക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒക്കെ
ഒരു ഭൂതകാലം എന്ന് പറയുന്നത് ഇതുപോലുള്ള പാപപങ്കിലുമായ ജീവിതത്തിൽ നിന്നായിരുന്നു അവർ വിശുദ്ധിയിലേക്ക് വന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എവ്രി സെയിൻ ഹാവ് എ പാസ്റ്റ് ആൻഡ് എവ്രി സിന്നർ ഹാവ് എ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ പാപികളാണല്ലേ, നമ്മൾ പാപികളാണ്, ഞാനും നിങ്ങളുമൊക്കെ. പക്ഷേ നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. പൗലോസ്ലീഹ എല്ലാ ലേഖനങ്ങളിലും പറയുന്നത് പോലെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് നമ്മളുടെ ഒക്കെ ജീവിതമെന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ള ഒത്തിരിയേറെ വിശുദ്ധരെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. 5 വിശുദ്ധരെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ജീവിച്ച മാതൃക കാണിച്ച് വിശ്വാസത്തിൽ ജീവിച്ച വിശുദ്ധരാണ് ഒന്ന് വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ ബെനഡിക്റ്റ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി. ഈ 3 പേരും ഒരൊറ്റ വചനത്താൽ ആകർഷരായവനാണ്. എന്താണെന്നറിയാമോ വചനം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാമത്തെ വചനത്തിൽ ആകൃഷ്ടരായവരാണ് വിശുദ്ധ അന്തോണീസും വിശുദ്ധ ബെനഡിക്റ്റും അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും. ആ വചനം ഏതായിരുന്നു നിങ്ങൾക്കറിയാമോ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്തു പ്രയോജനമെന്നുള്ള ആ ഒരൊറ്റ വചനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് ഈ 3 വിശുദ്ധരും. പിന്നെ നമ്മൾ കാണുന്നത് ഫ്രാൻസിസ് സേവ്യറിനെയാണ് നമ്മൾ കാണുന്നത്. ഫ്രാൻസിസ് സേവ്യർ എങ്ങനെയാണ് വിശുദ്ധനായത്, അല്ലെങ്കിൽ ഏത് വചനമാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ സ്വാധീനിച്ചത്. നീ വലിയ പണക്കാരനായിരുന്നു, ധനവാനായിരുന്നു. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള ഒരു വചനമാണ് ഫ്രാൻസിസ് സേവ്യറിനെ ആകർഷിച്ചത്. വിശുദ്ധ അഗസ്തീനോസിനെ ആകർഷിച്ച ഒരു വചനമുണ്ട്. ആ വചനം എടുത്തു വായിക്കുക എന്നുള്ള ആന്തരികമായ ഒരു വിളി അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം ബൈബിൾ തുറന്നു. അദ്ദേഹം വായിച്ചത് റോമ 13:12 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ്. രാത്രി കഴിയാറായി, പകൽ അസ്തമിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാമെന്നുള്ള ആ വചനമാണ് വിശുദ്ധ അഗസ്തീനോസിനെ സ്വാധീനിച്ച വചനം. അപ്പോൾ വിശുദ്ധ ദൈവവചനം കൊണ്ടാണ് ഇവരൊക്കെ വിശുദ്ധിയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. നിങ്ങളിവിടെ കാണുന്ന ചിത്രം ഫ്രാൻസിസ് സേവ്യറിൻ്റേതാണ്. ബോംബെയിൽ ഗോവയിൽ ജീസസ് ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം. അതിന് തൊട്ട് താഴെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൈകളാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ ഇപ്പോഴുള്ളത് കാനഡയിലാണ്. ഇപ്പോഴും അഴുകാതെ ഇരിക്കുന്ന വിശുദ്ധൻ്റെ കൈകളും വിശുദ്ധൻ്റെ ശരീരവുമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വിശുദ്ധിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളിവിടെ കാണുന്നത്. ദൈവവചനമനുസരിച്ച് ജീവിച്ച് ധന്യരായിത്തീർന്ന അനേകം വിശുദ്ധാത്മാക്കൾ ഇത് കൂടാതെയുണ്ട്. വിശുദ്ധ ക്ലാര, വിശുദ്ധ തോമസ് അക്വീനോസ്, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ ജോൺ മരിയോ വിയാനി, ഇടവക വികാരിമാരുടെ മധ്യസ്ഥൻ, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ 10-ാം പിയൂസ്, വിശുദ്ധ മരിയ ഗൊരെത്തി, എല്ലാം ഈ വിശുദ്ധ വചനം കൊണ്ട് ജീവിച്ച വ്യക്തികളാണ്. അപ്പോൾ വിശുദ്ധിയിൽ ഭാരതത്തിലുമുണ്ട് വിശുദ്ധർ അല്ലേ? ഭാരതത്തിൻ്റെ വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധയായി, വിശുദ്ധ ചാവറയച്ചൻ, എവുപ്രാസ്യാമ, മറിയം ത്രേസ്യ, ഇവരൊക്കെ വിശുദ്ധരാണ്. തേവരപറമ്പിൽ കുഞ്ഞച്ചനെ പോലെയുള്ള വാഴ്ത്തപ്പെട്ടവരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മൾക്ക് ഭാരതത്തിലും നമ്മളുടെ കേരളത്തിലും ഉണ്ട് എന്നുള്ളത് തീർത്തും നമ്മൾക്ക് അഭിമാനിക്കത്തക്ക വക നൽകുന്നതാണ്. അപ്പോൾ വിശ്വസിച്ചവരാണ് ഭാഗ്യവതി. മാതാവിനെ പോലെ വിശ്വാസം ഏറ്റുപറഞ്ഞവൾ, സംശയിക്കാതെ വിശ്വസിച്ച് ദൈവവചനത്തിൻ്റെ പ്രത്യുത്തരം നൽകിയവൾ, ആ മാതാവിനെ പോലെ വിശുദ്ധാത്മാക്കൾ, വിശുദ്ധ അന്തോണീസും വിശുദ്ധ അഗസ്തീനോസും ഫ്രാൻസിസ് സേവ്യറും ഫ്രാൻസിസ് അസീസിയും എല്ലാം ഈ മാതൃക കാണിച്ചു തന്ന് ജീവിച്ച പുണ്യാത്മാക്കളാണെന്ന് നമ്മൾക്കിതിലൂടെ കാണാൻ സാധിക്കുകയാണ്. പ്രിയ കുട്ടികളെ, നമ്മൾക്കും വിശുദ്ധരായി മാറാം. പൗലോസ്ലീഹ പറയുന്നത് പോലെ മാമോദീസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധരാണ്. ഞാനും വിശുദ്ധരാണ്, നിങ്ങളും വിശുദ്ധരാണ്. ഈ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രിയ കുട്ടികളെ, ഈ പാഠം നമുക്ക് നൽകിയ സന്ദേശം പരിശുദ്ധ അമ്മയുടെ വിശ്വാസ ജീവിതം പോലെ വിശ്വാസത്തിൽ ഊന്നി ജീവിച്ച് ഇവിടെ സുവിശേഷ പ്രഘോഷണം നടത്തുകയും സഭയോട് ചേർന്ന് നിൽക്കുകയും ചെയ്ത സഭാപിതാക്കന്മാരെ പോലെ, സ്വർഗത്തിലെ വിശുദ്ധ ഗണങ്ങളെപ്പോലെ, വിശുദ്ധാത്മാക്കളെ പോലെ, നമ്മൾ കണ്ട വിശുദ്ധ പുണ്യാത്മാക്കളെ പോലെ വിശ്വാസത്തിലും വചനത്തിലും ഊന്നി നിന്ന് ജീവിക്കാനാണ് നമ്മളോടും പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൽ വചനം മാംസമായി പരിശുദ്ധ അമ്മയിലൂടെ അവതരിച്ച, അതിനെ 2 കൈയും നീട്ടി സ്വീകരിച്ച പരിശുദ്ധ അമ്മയുടെ ആ ഒരു ജീവിത മാതൃക നമുക്കും പിന്തുടരാം. ഈ ഒരാഴ്ച ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു വചനം നൽകുകയാണ്. നമ്മളോടിന്ന് നമ്മൾ ആദ്യം കണ്ട വചനം തന്നെയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 21-ാമത്തെ വചനമാണ്. ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരിയും എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ നമ്മളും ഈശോയുടെ സഹോദരനും സഹോദരിയും ഒക്കെ ആകാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ വചനം ഒരാഴ്ച നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോനാഥ, കർമ്മനിരതമായ ജീവിതത്തിലൂടെ വിശുദ്ധി പ്രാപിച്ചവരെ പോലെ അധ്വാനപൂർണമായ ജീവിതത്തിലൂടെ വിശുദ്ധി നേടാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. പ്രിയ കുട്ടികളെ, ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശത്തോടൊപ്പം ഒരു തീരുമാനവും നമ്മൾക്കെടുക്കാം. എന്താണ് തീരുമാനമെന്നല്ലേ? ദൈവവചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് വിശുദ്ധിയിൽ വളരാൻ ഞാൻ നിരന്തരം പരിശ്രമിക്കുമെന്നുള്ള ഒരു തീരുമാനം നമ്മൾക്കിന്നെടുക്കാം. ഇന്ന് 6ാമത്തെ പാഠത്തിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ കണ്ടത്. ഇത്രയും ഭാഗം നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾക്ക് ചില ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ ബോധ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ദൈവവചനം സ്വീകരിച്ച് അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം എന്നുള്ള ഒരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 2ാമത്തെ ബോധ്യം, ദൈവവചന പ്രഘോഷണത്തിലൂടെ സഭാ സമൂഹങ്ങൾക്ക് രൂപം നൽകുകയും വചനത്തിന് സാക്ഷികളാകാൻ ജീവൻ പോലും വെടിഞ്ഞവരാണ് വിശുദ്ധരായി മാറിയവർ എന്നുള്ള ബോധ്യമാണ് നമ്മൾക്ക് 2ാമത് ഉണ്ടാകേണ്ടത്. ബോധ്യത്തോടൊപ്പം നമ്മൾക്ക് നമ്മുടെ മനോഭാവത്തിലും മാറ്റങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ദൈവവചനത്തിന് സാക്ഷ്യം വഹിക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന ചിന്ത നമ്മൾക്കുണ്ടാകണം. വചനപ്രഘോഷണത്തിനുള്ള വേദികൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധ എപ്പോഴും എനിക്കുണ്ടാകും എന്നുള്ള ബോധ്യവും നമ്മൾക്ക് വേണ്ടിയിരിക്കുന്നു. പ്രിയ കുട്ടികളെ, ഈ പാഠത്തിൻ്റെ 1ാമത്തെ ഭാഗത്തിൽ 3 ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 1, ദൈവവചനം അനുസരിച്ചുള്ള ജീവിതത്തിന് മറിയം നൽകിയ മാതൃക, നിങ്ങളത് എഴുതുക. 2, സ്ലീഹന്മാരും സഭാപിതാക്കന്മാരും ദൈവവചനത്തിന് സാക്ഷികളായത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്തി എഴുതണം. 3, ദൈവവചന പ്രകാരം വീരോചിതമായി ജീവിച്ച വിശുദ്ധർ സമർത്ഥിക്കുക. എത്ര പേരെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ കണ്ടത്? അവരെക്കുറിച്ചൊരു കുറിപ്പ് നിങ്ങൾ എഴുതുക. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവ് നിങ്ങൾ എഴുതുക. വചനത്തിൽ ആഴമായി, വചനത്തിൽ വേരൂന്നി നിങ്ങൾ വളരാനും ശ്രമിക്കുക. ഈ പാഠഭാഗത്തിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണുന്നത് വരെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.